സർ അവൻ കള്ളം പറയാറേ ഇല്ല. എനിക്ക് അവനെ അറിഞ്ഞൂടെ. കള്ളം പറയാറേ ഇല്ല. എങ്ങനെ പറയും നമ്മൾ ഇംഗ്ലീഷില്? ഹി ഡസൻ ലൈ. ഹി ഡസൻ ലൈ. നമ്മൾ പലരും പറയാം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു പൊതുവായ ശീലം, നമ്മുടെ ഒരു പൊതുവായ സ്വഭാവം ഒക്കെ നമ്മൾ പറയാ ആ ടെൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഡസന്റ് എന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ അവൻ കള്ളം പറയാറുണ്ട് എന്നെങ്ങനെയാ പറയാ? ഹി ലൈസ്. ഹി ലൈസ് അല്ലെ? ലൈസിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന ആളാരായിരുന്നു? ഡസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു അല്ലെ? ഹി ഡസ് ആയി. ഇനി അതിനെ നെഗറ്റീവ് ആക്കണം. അപ്പൊ ഡസിന്റെ കൂടെ ഒരു നോട്ട് ചേർത്തു. ഹി ഡസ് നോട്ട് ലൈ. ഹി ഡസ് ഇൻ ലൈ എന്നായി അല്ലെ? അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മൾ കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്തതാണ്. ഓക്കെ, അപ്പോ ശരിക്കും ഇവിടെ ഹി ഡസ് ഇൻ ലൈ എന്നല്ല വരിക. ഇവിടെ നമ്മൾ പറയേണ്ടത് ഹി നെവർ ലൈസ് എന്നാണ്. ഹി നെവർ ലൈസ്. ഹി നെവർ ലൈസ്. അപ്പൊ പലർക്കും കൺഫ്യൂഷൻ വരാം, എന്തുകൊണ്ടാ ഹി ഡസൻ ലൈ ഉപയോഗിക്കാത്തെ, അല്ലെ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ. രണ്ടിനും ഒരു ചെറിയൊരു കുഞ്ഞു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ കുഞ്ഞു ഡിഫറൻസ് ആണ് ഇതിനൊരു വലുതാക്കി മാറ്റിയെടുക്കുന്നത്. അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അത് എന്താണ്, ഏത് ടെൻസ് ആണ്? രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് കേട്ടോ. പക്ഷെ അവിടെ ഡസിന്റെ അല്ല നമ്മൾ യൂസ് ചെയ്തത്, പകരം നെവോ എന്നാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പൊതുവായ സ്വഭാവം കാണിക്കാനാണ് അല്ലെ നമ്മൾ ഡസിന്റ് അല്ലെങ്കിൽ ഡോണ്ട് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ലൈ അല്ലെങ്കിൽ ഹി ഡസൻ ലൈ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചാല് ആ പതിവില് ഒരു പക്ഷേ ഒരു തെറ്റ് വന്നേക്കാം. അല്ലെങ്കിൽ കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹി ഡസൻ ഡ്രിങ്ക് കോഫി. ഓക്കെ, ഹി ഡസൻ ഡ്രിങ്ക് കോഫി. അവൻ കോഫി കുടിക്കാറില്ല. പക്ഷെ ഇപ്പൊ അവന്റെ ഫ്രണ്ടിന്റെ ഒരു മാരേജിനോ മറ്റോ പോയി എന്ന് വിചാരിക്കുക. അവിടെ ജ്യൂസോ മറ്റൊന്നും അവൈലബിൾ അല്ല, ഒന്നുമില്ല, അവിടെ കോഫി മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള ആളുകൾ വന്ന് അവനെ നിർബന്ധിച്ചു, സാരമില്ല ഇച്ചിരി കുടിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ അവൻ എന്താ, നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൻ ആ കോഫി ചിലപ്പോ കുടിച്ചേക്കാം. അതായത് ആ പതിവ് എന്താവാം, തെറ്റിയേക്കാം. ഓക്കെ, ഒരു പതിവ് ശീലം എന്നുള്ളത് പല കാരണം കൊണ്ട് എന്താ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോവാറുണ്ട് ഇല്ലേ? പക്ഷെ നമ്മൾ ഈ നെവർ പറയുമ്പോൾ ഹി നെവർ ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ, ഹി നെവർ ഡ്രിങ്ക്സ് കോഫി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ആരൊക്കെ നിർബന്ധിച്ചാലും എങ്ങനൊക്കെ പിടിച്ച് തള്ളിയാലും അവൻ കൊന്നാലും എന്ത് കുടിക്കില്ല? കോഫി കുടിക്കില്ല. മനസ്സിലായില്ലേ? അതായത് 100% ഗ്യാരണ്ടിയാണ് അവനത് ചെയ്യില്ല. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നെവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മറ്റേതില് അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാം, മാറ്റം വന്നേക്കാം. അതൊരു പൊതുവായ ശീലമാണ്. ആ പൊതുവായ ശീലത്തിൽ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എന്താവാം, മാറ്റം വന്നേക്കാം. പക്ഷെ ഈ നെവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 100% എന്താണ്, അത് മാറില്ല എന്നുള്ളൊരു അർത്ഥമാണ്. ഷീ ഡസൻ സ്റ്റഡി അറ്റ് നൈറ്റ്. ഷീ ഡസൻ സ്റ്റഡി അറ്റ് നൈറ്റ്. അവള് രാത്രി പഠിക്കാറില്ല. അത് അവളുടെ ഒരു പൊതുവായ ശീലമാണ്. പക്ഷെ ഇനിയിപ്പോൾ നാളെ വല്ല എക്സാമോ കാര്യം ഉണ്ടെങ്കിൽ ആ ശീലത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം ചിലപ്പോൾ വന്നേക്കാം, തലേന്ന് പഠിച്ചേക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്കെന്ത് പറയാം, ഷീ ഡസൻ സ്റ്റഡി അറ്റ് നൈറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവള് രാത്രി പഠിക്കാറേ ഇല്ല. ഇനി പരീക്ഷയാവട്ടെ എന്താവട്ടെ, അവള് രാത്രി പഠിക്കുന്ന പരിപാടി അവൾക്കില്ല, പഠിക്കാറേ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഷീ നെവർ സ്റ്റഡീസ് അറ്റ് നൈറ്റ്. ഷീ നെവർ സ്റ്റഡീസ് അറ്റ് നൈറ്റ്. അവള് രാത്രി പഠിക്കാറേ ഇല്ല. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ അവര് വൈകി വരാറില്ല. വൈകി വരാറേ ഇല്ല. എങ്ങനെ പറയും രണ്ടും? വൈകി വരാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദേ ഡോണ്ട് കം ലേറ്റ്. ദേ ഡോണ്ട് കം ലേറ്റ്. വൈകി വരാറില്ല. ഇറില്ല, റേയില്ല എന്നാലോചിച്ചാൽ മതി അല്ലെ? വൈകി വരാറില്ല, ദേ ഡോണ്ട് കം ലേറ്റ്. ഓക്കെ, അതായത് അവര് വൈകി വരാറില്ല. അത് അവരുടെ പൊതുവായ ഒരു സ്വഭാവമാണ്. അതിപ്പോ ഇനി വല്ല ട്രാഫിക്കോ മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ നിർവാഹമില്ല, അവര് ചിലപ്പോൾ വൈകി പോവാറുണ്ട്. പക്ഷെ ദേ നെവർ കം ലേറ്റ്. ദേ നെവർ കം ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങിയാലും അവര് കൃത്യസമയത്ത് എത്തും. അവര് വൈകാറില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നെവർ വന്നപ്പോ അർത്ഥം കംപ്ലീറ്റ് മാറിയത് ശ്രദ്ധിച്ചോ? അവള് പരാതി പറയാറേ ഇല്ല. അവള് പരാതി പറയാറേ ഇല്ല. എങ്ങനെ പറയും? അത് തന്നെ, ഷീ നെവർ കംപ്ലെയിൻസ്. വെരി ഗുഡ്. ഷീ നെവർ കംപ്ലെയിൻസ്. ഷീ നെവർ കംപ്ലെയിൻസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ ഷീ ഡസൻ കംപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷീ ഡസൻ കംപ്ലെയിൻ, അത് അവള് പരാതി പറയാറില്ല. അത് അവളുടെ പൊതുവായ ഒരു സ്വഭാവമാണ്. ഓക്കെ, അങ്ങനെ പറയാറില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഷീ നെവർ കംപ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, സ്വഭാവത്തിൽ അങ്ങനെ ഒരു അംശമില്ല. പറയാറേ ഇല്ല എന്ന് വെച്ചാൽ പറയാറേ ഇല്ല. അനു ഇറച്ചി കഴിക്കാറേ ഇല്ല. അനു മീറ്റ് കഴിക്കാറേ ഇല്ല. എങ്ങനെയാ പറയാ? നിങ്ങൾ പറഞ്ഞേ. അനു നെവർ ഈറ്റ് ആണോ ഈറ്റ്സ് ആണോ? ഈറ്റ്സ് അല്ലേ? അനു നെവർ ഈറ്റ്സ് മീറ്റ്. അനു നെവർ ഈറ്റ്സ് മീറ്റ്. വെരി ഗുഡ്. അനു നെവർ ഈറ്റ്സ് മീറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ അവൻ വണ്ടി ഓടിക്കാറേ ഇല്ല. വണ്ടി ഓടിക്കാറേ ഇല്ല. അതെ, ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാ കറക്റ്റ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അവൻ വണ്ടി ഓടിക്കാറേ ഇല്ല. അവൻ അവന്റെ മുറി വൃത്തിയാക്കാറേ ഇല്ല. അയ്യോ, എന്തൊരു ചെറുക്കനല്ലേ. അവൻ അവന്റെ മുറി വൃത്തിയാക്കാറേ ഇല്ല എന്നെങ്ങനെ പറയും?